അന്യം നിന്നു പോകുന്ന ഒരു കൈത്തൊഴിലിന്റെ ശേഷിപ്പിനെ ഇന്നും കൈപ്പിടിയിൽ കാത്തുസൂക്ഷിക്കുകയാണ് ചാലക്കുടി എലിഞ്ഞിപ്രയിലെ പോളി. നെല്ലുകുത്തി അരിയും ഉമിയും വേർതിരിക്കുന്ന കാഴ്ച പുതുതലമുറയ്ക്ക് അന്യമാണ്. നാടിന്റെ മുക്കിലും മൂലയിലും ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നു നെല്ലുകുത്തുശാലകൾ. കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങി ഉണക്കി നെല്ലുകുത്ത് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ മുൻകാലങ്ങളിൽ വൻ തിരക്കായിരുന്നു. കൃത്രിമമില്ലാത്ത ഒന്നാന്തരം അരിയും കന്നുകാലികൾക്കുള്ള തവിടുമെല്ലാം കൃത്യതയോടെ തയ്യാറാക്കുന്ന നെല്ലുകുത്തുശാലകൾ ഒരു കാലത്ത് നാടിന്റെ സംസ്കാരം കൂടിയായി. നാട്ടിൽ നെൽകൃഷി ചുരുങ്ങിയതോടെ നെല്ലുകുത്തു കേന്ദ്രങ്ങളും അതേ അവസ്ഥയിലായി. അവശേഷിക്കുന്ന പാടശേഖരങ്ങളിലെ നെല്ല് കർഷകർ മൊത്തമായി ഏജൻസികൾക്ക് കൈമാറിയപ്പോൾ നാട്ടിലെ നെല്ലുകുത്തുശാലകൾക്ക് പ്രസക്തിയില്ലാതായി. എന്നാൽ എലിഞ്ഞിപ്ര ചൗക്ക റോഡിൽ പരമ്പരാഗത രീതിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് പെരേപ്പാടൻ പോളിയുടെ നെല്ലുകുത്ത് കേന്ദ്രം. നെല്ലുകുത്താൻ ആളുകൾ വരുന്നത് മാസത്തിൽ 1-2 ആണെന്ന് 76-കാരനായ പോളി പറയുന്നു. നെല്ല് തീരില്ല, എന്നാലും ഞാൻ ആ പഴയ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി തുറന്നുകൊണ്ട് പോണു നെല്ലുകുത്ത് പരിപാടിയൊക്കെ. ഇപ്പൊ ഒരു 57 കൊല്ലമായി ഞാൻ ഈ തൊഴിൽ കൊണ്ടു നടക്കണം. നെല്ലിനോടുള്ള ആത്മഹത്യയും സ്നേഹവും ഇതുകൊണ്ടാണ് ഞാൻ നിലനിർത്തി കൊണ്ടുപോണേ. ഇപ്പൊ അവന് ഉപേക്ഷിക്കാൻ തോന്നൂല. പിതാവ് ദേവസിയുടെ കാലത്ത് ആരംഭിച്ചതാണ് എലിഞ്ഞിപ്രയിലെ നെല്ലുകുത്തുശാല. മകൻ പോളി പിന്നീട് ഇത് ഏറ്റെടുക്കുകയായിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി.